കേരളത്തിലെ വാണിജ്യ വ്യാവസായിക മേഖലകളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായ രണ്ട് വ്യക്തിത്വങ്ങൾ. അവർ സ്വന്തം കർമ്മമേഖല കൊണ്ടും ജീവിതം കൊണ്ടും മാതൃകയായവർ കൂടിയാണ്. വി-ഗാർഡ് സ്ഥാപകൻ ശ്രീ കൊച്ചോസേപ്പ് ചിറ്റിലപ്പള്ളി, ശീമാട്ടി ഉടമ ബീന കണ്ണൻ എന്നിവരാണ് ഇത്തവണ അവർ കണ്ടുമുട്ടുമ്പോൾ എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രണ്ടുപേർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രീ കൊച്ചോസേപ്പ് ചിറ്റിലപ്പള്ളി, തൃശ്ശൂരിൽ ജനനം, അതിനുശേഷം ദേശീയ ശ്രദ്ധയാകർഷിച്ച നിരവധി ബ്രാൻഡുകളുടെ തുടക്കം. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു? തുടങ്ങിയ സമയത്ത് ഒരു വലിയ ബ്രാൻഡാവുന്നൊന്നും ഞാൻ കരുതിയില്ല. അന്നത്തെ എൻ്റെ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കയറണം, ഒരു ചെറുകിട ഇൻഡസ്ട്രി, അതായിരുന്നു പ്രധാന ലക്ഷ്യം. പക്ഷേ പയ്യെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. സന്തോഷം തോന്നുന്നുണ്ട്. നിരവധി പ്രതിസന്ധികളെയും ധാരാളം പ്രശ്നങ്ങളെയും എല്ലാം വെല്ലുവിളിച്ച് അല്ലെങ്കിൽ അഭിമുഖീകരിച്ചാണ് ഇന്ന് ബീന കണ്ണൻ ശീമാട്ടി എന്നുള്ളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ബീന കണ്ണൻ എന്ന വ്യക്തിക്ക് എന്താണ് ഓർത്തെടുക്കാനുള്ളത്? ഈ പ്രതിസന്ധികളൊക്കെ എങ്ങനെ അതിജീവിച്ചു എന്നാണ് തോന്നുന്നത്? ഒരു വാചകം കൊണ്ട് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമെന്ന് തോന്നിയില്ല. ഇത് നമ്മൾ തരണം ചെയ്യുമ്പോൾ പ്രതിസന്ധികളൊക്കെ ആണെന്നോ ഉണ്ടെന്നോ ഉള്ള വിചാരങ്ങളും കാണില്ല. അപ്പാപ്പ വന്ന കാര്യം അന്നേരത്തെ യുക്തി അനുസരിച്ച് ചെയ്തു പോയി. എവിടെയോ തുടങ്ങി എവിടെയോ വന്ന് നിന്ന്. ഭഗവാൻ അനുഗ്രഹം. എങ്ങനെയാണ് പരസ്പരം നിങ്ങൾ അറിയുന്നത്? ബീനെ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് എനിക്ക് ഓർമ്മയുള്ളത് ഷോപ്പ് വളരെ ചെറുതായിരുന്നു. 72 ശീമാട്ടി എറണാകുളം തുടങ്ങിയത്. അദ്ദേഹം ശീലയായിട്ട് പല പ്രാവശ്യം കടയിൽ ഷോപ്പിങ്ങിന് വരുമായിരുന്നു. സന്ധ്യാസമയത്ത് 5:30, 6:30 ആ സമയത്ത് കടയിൽ ഷോപ്പിങ്ങിന് വരുന്ന കാലങ്ങൾ ഓർമ്മയുണ്ട്. രണ്ടുപേരും കൂടെ വന്ന് വേണ്ടിയ സാധനങ്ങൾ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. അന്ന് ചെറിയൊരു കട, 2000-3000 സ്ക്വയർ ഫീറ്റ് ഒരു ചെറിയൊരു കടയായിരുന്നു അന്ന്. അതിനുശേഷം ഞങ്ങൾ പല ഓൺട്രപ്രണർ ടോക്സിനൊക്കെ ആയിട്ട് സെയിന്റ് തോമസ് കോളേജ് പാല എന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. വളരെ പ്രഗത്ഭനായിരുന്നു അദ്ദേഹം. ഞാൻ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ എവിടെയെങ്കിലും എത്തുമോ എന്നുള്ളൊരു ചെറിയ ഭയപ്പാടോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. പിന്നെ സാരി എന്നുള്ളൊരു പിടുത്തം ഉള്ളതുകൊണ്ട് എന്തൊക്കെയോ എവിടേക്കോ ചെന്ന് ചേരും. അല്ലാതെ ഐ വാസ് ഓൾവേസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയർ യു. ശീമാട്ടി എന്നുള്ളൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കേരള ഒട്ടുക്ക് അത് ബീന കണ്ണന് സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. 77 ഞാൻ എറണാകുളത്ത് വരുമ്പോൾ ചെറിയൊരു ഷോപ്പായിരുന്നു. അത് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്നു. അത് തന്നെയല്ല, അതിൻ്റെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളിലും പിന്നെ സാരിയെ പറ്റി എനിക്ക് വലിയ പിടിയൊന്നുമില്ല കേട്ടോ. ഫാഷനെ പറ്റി അത് എനിക്ക് വലിയ പിടിയില്ല. എന്നിരുന്നാൽ തന്നെ ഒരു എന്റർപ്രണർ അല്ലെങ്കിൽ ഒരു സ്ഥാപനം വളർത്തിയെടുക്കുന്നതിന്റെ കാര്യത്തിൽ ബീന ഒത്തിരി വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ നിങ്ങളെ അന്ന് കണ്ടിരുന്നത് ബിക്കോസ് ഈ ഇൻഡസ്ട്രി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് നിങ്ങൾ വിളിക്കുന്ന ഒരു സ്ഥാപനം കേരളയിൽ ഒരു ഇൻഡസ്ട്രി നടത്തുന്ന ഒരാളെന്ന് പറയുമ്പോൾ കൊള്ളാലോ, somebody has started an industry in Kerala. To be underlined ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ചൈന പ്രോഡക്ട്സ് വരെയുള്ള ഒരു കാലയളവില് വളർത്തിയെടുത്ത തന്റെ വി-ഗാർഡ് എന്ന ബ്രാൻഡ് അല്ലെ, അന്ന് ആകെപ്പാടെയുള്ളത് ഫ്രിഡ്ജ് ആയിരിക്കാം. അവിടെ തൊട്ട് തുടങ്ങി ഇന്ന് TV ആയി, കമ്പ്യൂട്ടറായി, എല്ലാത്തിനും എന്നുള്ള രീതിയിൽ. സോ ഇത് ഇത്രയും കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുവരിക ഒരു സാധാരണക്കാരന്, ഇന്നത്തെ പലർക്കും താങ്കൾ ഒരു വളരെയധികം മാതൃകയാവണം എന്നേ ഞാൻ പറയൂ. ബിക്കോസ് ഇന്ന് ഞാനൊരു ഇൻഡസ്ട്രിയൽ മീറ്റിന് പോകുമ്പോൾ ചെറുപ്പക്കാർ ഒരുപാട് പേര് ഞാൻ കണ്ടിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം medicines to slippers to oil, everything is manufactured in Kerala. പക്ഷെ എനിക്ക് എൻ്റെ അറിവിൽ ചെറുതായിട്ടേ വന്നിരുന്നുള്ളൂ. എങ്കിലും പക്ഷേ നിങ്ങളെ പോലെയുള്ള പേര് അന്ന് തൊട്ട് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ശീമാട്ടി വളർന്നു വലുതായിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടുണ്ടാവും. അതൊക്കെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരൊക്കെ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. ഡിഗ്രി കഴിഞ്ഞു, അച്ഛന്റെ മുന്നിൽ പോയിരിക്കുന്നു. ഞാൻ നാളെ പഠിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദ്യം. ഇപ്പൊ വേണ്ട, പിന്നെ ഇപ്പൊ നീ എന്തിനാ പഠിക്കണത്, എന്ത് സാധിക്കാനാ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ല എനിക്ക്. സോ അന്ന പിന്നെ ഞാൻ ബിസിനസ്സിലായിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. സോ ഐ ഗോ ഇൻ ടു ബിസിനസ്. അപ്പൊ അവിടെ തുടങ്ങി. എന്നെ കാണുമ്പം ഫ്രണ്ടിലിരിക്കുന്ന മാനേജർക്ക് പറയലായി, അത് അദ്ദേഹത്തിന്റെ താതാത്മ്യം. എനിക്കൊന്ന് ഐ ആം സ്കെയർഡ് ഓഫ് നോബഡി ബട്ട് ഗോഡ്. ദൈവത്തെ ഒഴിച്ച് ആരെയും എനിക്ക് പേടിയില്ല. പിന്നെ പേടിയുള്ളത് എന്റെ അപ്പനെ. ബട്ട് അതർവൈസ് സോ എന്റെ മുമ്പിലിരിക്കുന്ന മാനേജർക്ക് എന്നെ കണ്ടാൽ പേടിയായിരുന്നു. ബിക്കോസ് പുള്ളി കീശ നിറയെ കള്ളത്തരം, വാ നിറയെ കള്ളത്തരം, കീശ നിറയെ കള്ളത്തരം, മനസ്സ് നിറയെ കള്ളത്തരം. സോ ഹി വാസ് സ്കെയർഡ്. അപ്പൊ ഈ കുട്ടി എന്താ ഈ റീറ്റെയിലിൽ പോയി ചെയ്യുന്നത് എന്നുള്ളൊരു നോട്ടമായി ഞങ്ങളുടെ മാനേജർക്ക്. സോ naturally after 1 year they have to move out of the business.
അപ്പോൾ അച്ഛൻ ഇതൊക്കെ മുന്നേ കാലക്കൂട്ടെ കണ്ടോണ്ടാ. പുള്ളിക്കാരനൊരു ഭയങ്കര സ്റ്റേജ് പ്ലെയർ ആണ്. ദൈവം അവിടെ ഇരുന്ന് നമ്മളെ പാവ കളിപ്പിക്കുന്ന മാതിരി വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് പ്ലെയർ ആണ് ദൈവം, മീനിങ് അച്ഛൻ. സോ ഹീ ഈസ് നെക്സ്റ്റ് ടു ഗോഡ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺ. സോ പുള്ളിക്കാരൻ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പുള്ളി പുറത്ത് പോകും എന്നുള്ള വളരെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പുറകെ നിന്ന് ചരട് വലിച്ചത്. ഒരു കൊല്ലം കൊണ്ട് ഈ സോ ഇറ്റ് ദാറ്റ് ദ മാനേജർ വെന്റ് അവേ. പിന്നെ ഓരോന്നോരോന്ന് ഡേ ബൈ ഡേ ഐ വാസ് ട്രൈങ് ടു ഇംപ്രൂവ്. നമ്മളെ കൊണ്ട് പറ്റണില്ല, ചെയ്യുന്നത് ശരിയല്ല. അപ്പോഴും എനിക്ക് ചെയ്യാനുള്ള വേദി എനിക്ക് അനുസരിച്ച് ഒരുങ്ങി കിട്ടുന്നില്ല. മുന്നിൽ ഭർത്താവ് പറയണത് കേൾക്കണം എന്നുള്ള നിർബന്ധം. ബിക്കോസ് അങ്ങനെയാണ് ഞങ്ങളുടെ കൾച്ചർ. സോ അദ്ദേഹത്തിന്റെ സമയം, സൗകര്യം, മൂഡ് ഒക്കെ നോക്കി വേണം കൊണ്ടുപോകാൻ. ബാംഗ്ലൂർ പോകാമെന്ന് പറഞ്ഞാൽ പറയാം ഒരു മാസം കഴിയട്ടെ. അപ്പൊ അങ്ങനെ പോകും ഓരോരോ മാസവും. വാരണാസി പോവാം, പറയാം നിന്നോട്, അപ്പൊ അടുത്ത ഓണത്തിനാവട്ടെ. സോ ഇങ്ങനെ മാറി മാറി പോകും. സോ നമ്മൾ വിചാരിക്കുന്ന പേസിൽ സംഗതിയിൽ പോവില്ല. പിന്നെ ഓരോന്ന് ഫൈറ്റ് ചെയ്ത് ഇത് ഇന്നിവിടെ എത്തിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എത്തിയെന്നോ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഐ കൺസിഡർ മൈസെൽഫ് ആസ് വൺ അമംഗ് മെനി. ദൈവം കൊണ്ട് എവിടെയോ എത്തിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, താങ്ക് ഗോഡ്. രണ്ടുപേരും ഓരോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സാർ പ്രാക്ടിക്കൽ വിസ്ഡം എഴുതിയിട്ടുണ്ട്, എ ബുക്ക് ഓഫ് ഇന്ത്യൻ സിൽക്ക് സാരീസ്, സ്റ്റോറി ഓഫ് ഇന്ത്യൻ സിൽക്ക് സാരീസ്. പ്രാക്ടിക്കൽ വിസ്ഡം എന്നുള്ള പുസ്തകത്തിൽ പ്രധാനമായൊരു കോട്ട് എന്ന് പറയാവുന്നത് വ്യക്തിത്വ രൂപീകരണത്തിൽ പണത്തിന്റെ പങ്ക് 1% മാത്രമാണെന്നാണ്, 1/4 മാത്രമാണെന്നാണ് താങ്കൾ പറയുന്നത്. എല്ലാ വ്യവസായികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റാണ്. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം? നമ്മൾ നമ്മൾ പണം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമുക്ക് മനസ്സിന് സമാധാനം വേണം, പിന്നെ എന്താ പറയുക, അതോടെ രാത്രി നല്ല ഉറക്കം വേണം, ആരോഗ്യം വേണം, ഓഫ് കോഴ്സ് പണം വേണം, സമൂഹത്തിലൊരു ആക്സെപ്റ്റൻസ് വേണം. അപ്പം അങ്ങനെയൊക്കെ ഞാൻ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ പണത്തിന് ഒരു 4/1 പ്രാധാന്യം കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി നമ്മുടെ മനസ്സമാധാനത്തിന് 4/1 കൊടുക്കണം, ആരോഗ്യത്തിന് 4/1 പ്രാധാന്യം കൊടുക്കണം, സമൂഹത്തിലെ ആക്സെപ്റ്റൻസിന് 4/1 പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ കാലത്ത് എൻ്റെ ഒരു തോട്ട്സ് കുത്തിക്കുറിച്ചതായിരുന്നു. ഈ പ്രാക്ടിക്കൽ വിസ്ഡം തന്നെ ഞാനത് ഒറ്റ അടുക്കിയിരുന്ന് എഴുതിയതല്ലായിരുന്നു. അത് ആക്ച്വലി ഞങ്ങൾക്കൊരു ഇൻഹൗസ് മാഗസിനുണ്ട്. അപ്പോൾ അതിൽ ഓരോ മാസവും MD എന്നുള്ള നിലയ്ക്ക് ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മാനേജർ പറഞ്ഞു, സാറേ ഇതെല്ലാം കൂടി നമുക്കൊരു ബുക്കാക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ആദ്യത്തെ ബുക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഴുതിയിരുന്നു. അങ്ങനെ 5-6 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ബുക്ക് എഴുതി. പിന്നെ ഞാൻ നിർത്തി, കാരണം ഇത് ഇനി ബാക്കിയുള്ളവർക്ക് ചാൻസ് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട്. പട്ടിനെ കുറിച്ചുള്ള ഒരു ആധികാരിക ഗ്രന്ഥം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. കുറേ നാളത്തെ പ്രയത്നം അതിന്റെ പുറകിലുണ്ട്. വി വർ ട്രാവലിംഗ് ഓൾ ഓവർ ഇന്ത്യ വിത്ത് വേരിയസ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഒന്ന് ഞാൻ പോയി ഇതെല്ലാം പഠിച്ച് വന്നു, പിന്നെ രണ്ടാമതിൻ്റെ ഗ്രൂപ്പ് വന്നിരുന്നു. സോ ഛത്തീസ്ഗഡ് തൊട്ട് ബാഗൽപൂർ തൊട്ട് ലോട്ട് ഓഫ് പ്ലേസസ് ലൈക്ക് നമ്മുടെ UP-യിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ഉൾഗ്രാമത്തിലേക്ക്, ഉപാട തുടങ്ങിയ ഉൾഗ്രാമത്തിലേക്ക് ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. സോ നാരായണപ്പെട്ട്, മഹേശ്വരി, പലരും കാണാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒരുപാട് പേര് വളരെയധികം ലൈക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. ദേ വെൽക്കംഡ് us into their home, they were ready to show the looms. അങ്ങനെ ഒരു തരം. അല്ലാതെ വളരെ ഫ്രണ്ട്ലി ആയിരുന്ന തമിഴ്നാടുകാരൊക്കെ നോക്കിയാൽ, എക്സ്പെഷ്യലി ദ സേലം ബെൽറ്റ് ഒക്കെ നോക്കിയാൽ, ദേ ബിക്കം വെരി ഹോസ്റ്റൈൽ. വന്നത് തന്നെ പണ്ട് തമിഴ്നാട് കൾച്ചർ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇരുത്തുക, വരൂ മാഡം ഇരിക്കൂ, ആരോ ഒരു അതിഥി ആരോ ആയിക്കോട്ടെ, വരൂ ഇരിക്കൂ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂ, ഇതായിരുന്നു പഴയ കൾച്ചർ. അതങ്ങോട്ട് മാറിയിട്ട് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവര് എന്നെ കൂലി, ദൈസേ കൂലി ലാ വരില്ല, അവർക്ക് ലാ ആയിരിക്കും, കൂലി എന്നാണ് കേട്. സോ they were only bothered about the money part. കൂലി ലൈക്ക് they are not bothered of the guest. ആരാ വന്നിരിക്കുന്നത്, എന്തിനാ വന്നിരിക്കുന്നത്, ഇവർ കപ്പാസിറ്റി എന്തുവാ, വാട്ട് ആർ ദേ ആസ്കിങ് ഫോർ, ഇതൊന്നും അവർ അന്വേഷണം ഇല്ല. ഓൺലി കൂലി. സോ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ടാക്കിൾ ചെയ്യാൻ you have to use a different tactics to give them better കൂലി, so that they are happy. ആ രീതിയിൽ പോകണം. സോ ഇത് ഓരോ ഗ്രൗണ്ട് റിയാലിറ്റീസ് were always different. തീർച്ചയായിട്ടും. അതായത് നമ്മളെല്ലാം ഓരോ പുതിയ ആശയങ്ങൾ പഠിക്കുകയാണല്ലോ. തന്നെയല്ല ജനങ്ങളായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തന്നെ അത് ആലോചിക്കാൻ തന്നെ വയ്യ. അതായത് ഒരുപാട് അൺഓർഗനൈസ്ഡ് ആണിത്. നമുക്കൊക്കെ കുറെ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഇമെയിലൊക്കെ അയച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ക്വൈറ്റ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഒരു
ഒരു ബാലൻസിങ് ആക്ട് തന്നെയാണ് തീർച്ചയായിട്ടും. ഒരു ബാലൻസിങ് ആക്ട് ആണ്. പക്ഷെ ഇപ്പം വന്ന് ഇൻഡസ്ട്രി തന്നെ വളരെ അൺഹെൽത്തി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ലൈക്കിനോ ഞാൻ പറയാറുണ്ട്, കേരളത്തിലെ പരസ്യങ്ങളിലെ ഭൂരിഭാഗം സ്വർണം, സാരി, ആയുർവേദ മരുന്നുകൾ ഇതൊക്കെ കൈയടക്കിയിരിക്കുക എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. എന്നാലും ഇത് ജനങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ടും അല്ലെങ്കിൽ ജനം അത് കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലോ, അത്രയും. ഞാൻ എപ്പോഴും ഒരു കാര്യം ചോദിക്കാനായിട്ട് ബീനോട്, ബീന ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. റാങ്ക് ഹോൾഡർ അതും ബോട്ടണി അല്ലേ? ബോട്ടണിയിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിട്ട് ടെക്സ്റ്റൈലിലെ ഫസ്റ്റ് റാങ്ക് ആയതും കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അല്ല, അച്ഛനോട് പറയാണ്ട് നീ ഒരിക്കലും നമ്പർ 1 ഒന്നും ആവണ്ട കേട്ടോ. 3ഓ 4ഓ 5ഓ 6ഓ എവിടെയെങ്കിലും കിടന്നാൽ മതി. അച്ഛന്റെ സ്ഥിരമായ ജൽപ്പനങ്ങളാണ്. യു ബി 4th or 5th റാങ്ക് എന്നേ പറയുള്ളൂ എൻ്റെ അടുത്ത്. സോ ഈ പറഞ്ഞ മാതിരി കാശിന് കാശിൻ്റെതായ വിലയുണ്ട്. അത്രയെങ്കിലും കാശ് മതി, ലൈക്ക് യുനോ, സോ ദാറ്റ് ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു മൈ സ്റ്റാഫ്. സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം, പേയ്മെന്റ് കൊടുക്കണം, അതിനുള്ള കാശ് മാത്രം കിട്ടണം. അതിൽ കൂടുതലൊന്നും വലിയ ആഗ്രഹമില്ല. 4ഓ 5ഓ ആയാലും മതി എന്നുള്ള അച്ഛന്റെ ആഗ്രഹം അവിടെ നിൽക്കുന്നു. എനിവേ, ഐ ട്രൈ ആൻഡ് സ്ട്രൈവ് മൈ ബെസ്റ്റ്. നമ്മളൊക്കെ ഓരോരുത്തരും പൊളിറ്റിക്സിൽ താല്പര്യം എടുക്കാത്തത് കൊണ്ടല്ലേ പല കഴിവില്ലാത്തവരും ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എന്നും ചിലപ്പോൾ ഓർക്കാറുണ്ട്. താനിരിക്കുന്നിടത്ത് താനിരുന്നില്ലെങ്കിൽ പൂർണ്ണമാക്കുന്നില്ല. സ്വന്തം വൃക്ക ദാനം ചെയ്യാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മുഴുവൻ മാതൃകയായ ഒരു വ്യക്തി കൂടിയാണ്. കിഡ്നി ഫൗണ്ടേഷൻ സ്ഥാപിച്ചു, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വീട്ടിൽ നിന്ന് തന്നെ എതിർപ്പ് നേരിട്ട വ്യക്തിയാണ്. ഷീല മാഡം ഒരിക്കൽ പറയുണ്ടായി, ഞാൻ ഏറ്റവും കൂടുതൽ കൺസേൺ എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ്. എങ്ങനെയാണ് ആ ഒരു ചിന്ത വരുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ അത് വലിയൊരു സംഭവമൊന്നുമല്ല. അത് ഇത്രയും ചർച്ച ചെയ്യാനുള്ള സംഭവമല്ല. ആദ്യം കൊച്ചോസഫിന് ഞാനൊരു നമസ്കാരം പറഞ്ഞത് ആ ഒരു വലിയ ഒരു മനുഷ്യനുള്ള ഒരു നമസ്കാരമായിരുന്നു എൻ്റെ സൈഡിൽ നിന്ന്. ജീവനോട് ഇരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്. അത്ര ഒരു പറയട്ടെ, അതായത് ഇത് എത്രയോ പേര്, ആയിരക്കണക്കിന് പേര് ചിലപ്പോൾ സ്വന്തം അടുത്ത ബന്ധുക്കളുടെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. എത്രയോ പേര് ചിലപ്പോൾ 2 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് പറയുന്നു നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ അതേസമയം സമൂഹത്തിൽ ഇതിൻ്റെ ഒരു ഷോർട്ടേജ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലൊരു സന്ദേശം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആശയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫാദർ ഡേവിസ് ചെർമൽ, അങ്ങനെ എനിക്ക് പരിചയം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി അത് കൊടുത്ത് പേപ്പറിൽ ചെറിയൊരു ന്യൂസ് വന്നപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് നമ്പർ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു, അച്ഛനൻ ഞാൻ വിചാരിച്ചൊരു ആശയം അച്ഛൻ ഓവർടേക്ക് ചെയ്തു. ഞാനിതിങ്ങനെ മനസ്സിലാലോചിക്കുകയായിരുന്നു ഇത്. അപ്പോൾ അച്ഛനും പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഇതിനെപ്പറ്റി ചില മജീഷ്യൻസൊക്കെ ഒരു മാജിക്ക് ചെയ്യുന്ന പോലെയുള്ളൂ. അതായത് ഞാൻ ആകെ കൂടി 4 ദിവസമാണ് ഹോസ്പിറ്റലിൽ കിടന്നത്. പിന്നെ ഇതൊരു കീഹോൾ സർജറിയാണ്. 15 ദിവസമാണ് റെസ്റ്റ് എടുത്തുള്ളൂ. പിന്നെ ഓൺലി തിങ്, അതിന് ഈ 60-ാം വയസ്സിലും എനിക്ക് അതിന് ആരോഗ്യം ഉണ്ടായി എന്നുള്ളതാണ് ഒരു അഭിമാനം. പക്ഷെ അതുകൊണ്ട് സമൂഹത്തിലേക്ക് ഒരു സന്ദേശം എത്തിക്കാൻ സാധിച്ചു. അതിൽ സന്തോഷമുണ്ട്. ഞാൻ ആ ഷീലയുടെ ഷൂസിൽ പോയി നിന്നാലേ ഞാൻ വിറയ്ക്കും, ആടി മൂടി. അല്ല, ഷീലയ്ക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നല്ലൊരു ഉത്തമ അല്ലെങ്കിൽ സ്നേഹമുള്ള ഭാര്യയെ പേടിക്കണം, അത് നല്ലൊരു ലക്ഷണമാണ് എന്ന് പറഞ്ഞു. എങ്ങനെ ദൈവമേ, എന്റെ തീരുമാനത്തിന് മാറ്റമില്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. you went through no trouble, that's what you say, health wise, physically. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇതിനെപ്പറ്റി അടുത്തറിയുമ്പോൾ ഇതിനകത്ത് ഹെൽത്ത് വൈസ്, ഫിസിക്കലി, അല്ലെങ്കിൽ അതിനുശേഷം പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഫുഡിൽ അല്ലെങ്കിൽ ഡയറ്റ് എന്തെങ്കിലും ചേഞ്ചസ് വേണോ? ഇല്ല, യാതൊരു ചേഞ്ചസും ഇല്ല, ഒരു ആവശ്യമില്ല. ഡോക്ടേഴ്സ് പറയുന്നത് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിട്ടാണല്ലോ അവരൊരു കിഡ്നി എടുക്കാൻ സമ്മതിച്ചത്. പലരും ചോദിക്കും എക്സസൈസ് ചെയ്യാൻ പാടോ, ഹെവി എക്സസൈസ് ചെയ്യാൻ പാടോ? ഞാൻ ചെയ്യുന്ന ആളാണ്. പിന്നെ ഭക്ഷണത്തിൽ എന്തെങ്കിലും അതിന് ക്രമീകരണം, മെഡിസിൻ വല്ലതും ഉപയോഗിക്കുന്നു? നോ, നത്തിങ്. ഈ അടുത്തൊരു സംഭവം ഉണ്ടായി, അത് പേപ്പറിൽ വന്നില്ല എന്ന് മാത്രം, വരേണ്ട കാര്യമില്ലല്ലോ. കാരണം ഒരു അമ്മായിയമ്മ മരുമകൾക്ക് കൊടുത്തു. സാധാരണ അമ്മായിയമ്മയുടെയും മരുമകളുടെയും ജാതകം വെക്കാറില്ല അല്ലേ? പക്ഷെ അതുവരെ ഉണ്ടായി. അപ്പൊ സന്തോഷമുണ്ട് ഈ കാര്യത്തില്. രണ്ടുപേരും എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആണ്. ബീനാകണ്ണൻ മേഡം ആണെങ്കിൽ എല്ലാ മാസവും പുതിയ ഓരോ മോഡലുകൾ അവതരിപ്പിക്കുന്നു, പുതിയ ഡിസൈനുകൾ അവതരിപ്പിക്കുന്നു. കൊച്ചോസഫ് സാർ ആണെങ്കിൽ വി-ഗാർഡ് മകനെ ഏൽപ്പിച്ചു. വി-ഗാർഡ് എന്ന പേരിൽ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും മക്കളെയും ഭാര്യ ഏൽപ്പിച്ച് പുതിയൊരു സ്ഥാപനത്തിന് തുടക്കമിടുകയാണ്. ഒരു എപ്പോഴും ഒരു എനർജറ്റിക് ആയിരിക്കുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണുള്ളത്. സച്ചിൻ കളിക്കുന്നതോ അല്ലെങ്കിൽ
നമ്മുടെ വിശ്വനാഥാനന്ദ് ചെസ് കളിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടല്ല, അതൊരു ഒരു ഒരു സ്പിരിറ്റാണ്. അത് ഒരു ജയിക്കണം അല്ലെങ്കിൽ കഴിവ് തെളിയിക്കണം എന്നുള്ള സ്പിരിറ്റാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ബീന അങ്ങനെ തന്നെയായിരിക്കും, അല്ലാതെ പണമായിരിക്കില്ല ലക്ഷ്യം. അതായത് എൻ്റെ ആശയങ്ങൾ പ്രാവർത്തികമാവണം, അല്ലെങ്കിൽ അത് ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു തോന്നലായിരിക്കണം എല്ലാ വ്യക്തികളുടെയും പുറകിലുള്ളത്. എക്സ്പെരിമെന്റ് ഒക്കെ തന്നെ ആൻഡ് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. കാശിന് വേണ്ടിയേ അല്ല ഫോർ ഷുവർ. ബിക്കോസ് അത്യാവശ്യത്തിന് ഇപ്പം ഞാനൊരു MD സ്ഥാനം മേളി വന്നു കഴിയുമ്പോഴത്തേക്ക് കാശ് അത്യാവശ്യത്തിനുള്ളത് വേണം, അല്ലാണ്ട് ഐ എം നോട്ട് ബോതർഡ് അബൌട്ട് മണി, നോക്കാറേ ഇല്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. ബിക്കോസ് ഐറ്റം you are held responsible. You have to pay the current bill, you have to give the ഞങ്ങൾക്കൊക്കെ കറണ്ട് ബില്ല് അറിയാലോ, ഹ്യൂജ് ആയിരിക്കും. സോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതേ ഉള്ളൂ, അല്ലാണ്ട് മണി ഐ എം നോട്ട് ബോതർഡ് റിയലി. നമുക്ക് രാഷ്ട്രീയം കൂടി ഒന്ന് സ്പർശിക്കാൻ തോന്നുന്നു. കാരണം കേരളത്തിലെ രാഷ്ട്രീയ മേഖലകളിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം, ഒരു പുറത്തു പറയുന്ന ഒരു അഭ്യൂഹമാണെന്നെങ്കിൽ വേണമെങ്കിൽ പറയാം, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കൊച്ചി ജോസഫ് സാർ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചേക്കും. ഏതാ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല, അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല, ഇല്ല ഇല്ല ഇല്ല. പാർട്ടി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സിൽ ഇറങ്ങാതെ തന്നെ ജനസേവനം ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിചാരക്കാരനാണ് ഞാൻ. പിന്നെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ്. അത് ടോട്ടലി നമുക്ക് എനിക്കെന്തോ മെൻ്റലി അതിനകത്ത് വലിയ താല്പര്യം ഇല്ല. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ ഓരോരുത്തരും പൊളിറ്റിക്സിൽ താല്പര്യം എടുക്കാത്തത് കൊണ്ടല്ലേ പല കഴിവില്ലാത്തവരും ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് എന്നും ചിലപ്പോൾ ഓർക്കാറുണ്ട്. താനിരിക്കുന്നിടത്ത് താനിരുന്നില്ലെങ്കിൽ പൂർണ്ണമാക്കുന്നില്ല. അതെനിക്ക് ഇഷ്ടമായി കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പൊളിറ്റിക്കലിൽ ഒരു കമ്പനിയും പറയാൻ യാതൊരു യോഗ്യതയുള്ള ഒരാളല്ല. കേരളത്തില് നമ്മൾ മൊത്തം കുറ്റം പറയാൻ പറ്റില്ല, നല്ല ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ പേരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നും, അങ്ങേര് കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതേസമയം കള്ളനാണയങ്ങളുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. തുണിയുടെ കാര്യത്തിൽ ഒരിക്കലും കരയാൻ പാടില്ല എന്ന് പറഞ്ഞു വിടാൻ തക്ക ഒരു പക്വത എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പണി കൊടുക്കണ്ടേ, അപ്പൊ ഇവരെല്ലാവരും ബിസിനസ്സിൽ ഇൻവോൾവ്ഡാ. അപ്പൊ രണ്ടർത്ഥമുണ്ട് കേട്ടോ പണി കൊടുക്കുന്നതിന്. കേരളത്തിലെ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു റെഫറൻസ് ഗ്രന്ഥമായി സ്വന്തം ആത്മകഥ എഴുതിക്കൂടെ? ഞാൻ എൻ്റെ ഒരു ആത്മകഥയുടെ ഒരു പകുതി ഭാഗം എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊരു ഓർമ്മക്കിളിവാതിൽ എന്ന് പറഞ്ഞൊരു മലയാളം ബുക്കാണ്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എഴുതുന്നുണ്ട്. അത് ആദ്യത്തെ ബുക്ക് ജോലി കിട്ടുന്നവരെയായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ളത് എഴുതുന്നുണ്ട്. വി-ഗാർഡ് എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിന്റെ മേധാവിയുടെ പേരും ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ബീന കണ്ണൻ പ്രസൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു സെൽഫ് ബ്രാൻഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് സ്വന്തം പേരും ഈ ബ്രാൻഡും കൂടി കൂട്ടി യോജിപ്പിച്ച് നല്ല സംരംഭങ്ങൾ തുടങ്ങാൻ ആളുകൾക്ക് സാധിക്കുക? എപ്പോഴും എനിക്ക് വന്നൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഓഫ്കോഴ്സ് പരസ്യങ്ങൾ ആവശ്യമുണ്ടായിരിക്കാം, പക്ഷേ പരസ്യത്തേക്കാൾ ഉപരി ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക, അത് ജനങ്ങൾ ഇഷ്ടപ്പെടുക. ഒരാൾ ഇഷ്ടപ്പെട്ടാൽ പോരാ, ആയിരങ്ങൾ ഇഷ്ടപ്പെടണം. ഞങ്ങൾക്കാണെങ്കിൽ അതൊരു കൺസ്യൂമർ ഡ്യൂറബിൾ ആണ്. അപ്പോൾ ചിലപ്പോൾ വല്ലപ്പോഴും ആഫ്റ്റർ സെയിൽസ് സർവീസ് ആവശ്യം വരും, റിപ്പയറിംഗ് ഒക്കെ വരും. അത് കൃത്യമായിട്ട് ചെയ്യുക. ക്വാളിറ്റിയാണ് ഞങ്ങളുടെയും ഫസ്റ്റ് ഇത്. ഞങ്ങളുടെ കയ്യിലോട്ടൊക്കെ ഒരു സാരിയൊക്കെ വരികയാണെങ്കിൽ പർട്ടിക്കുലർ ക്വാളിറ്റി അല്ലെങ്കിൽ ഞങ്ങൾ തൊടുകയില്ല. എന്ത് ഗാർമെന്റ് ആണെങ്കിലും വി വോണ്ട് ഇവൻ ടച്ച്. നൺ ഓഫ് അവർ ഗ്രൂപ്പ്, നോബഡി. അതൊക്കെ ഒരു യൂണിഫോമിറ്റി കാണും, ആരായാലും അത് ഡീൽ ചെയ്യുന്ന ആരായാലും ഫ്രം അവർ ഗ്രൂപ്പ്. So quality conscious, we pick only good garments, we manufacture only good ones. And ഇപ്പൊ എന്റെ ടാഗിലുള്ള സാരിയൊക്കെ ആയിരുന്നെങ്കിലും ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് ജറി ആൻഡ് സിൽക്ക് പോസിബിൾ ഹ്യൂമൻലി. അപ്പോൾ അത് കഴിഞ്ഞ് കസ്റ്റമർ സർവീസ്, കസ്റ്റമറുമായിട്ടുള്ള ഡീലിങ്, എത്ര മുഷിപ്പിച്ചൊക്കെ കൊണ്ടുവന്നാലും എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിലോ അല്ല അവരെ സൂചിപ്പിക്കാനായിട്ട് തന്നെയോ മാറ്റിക്കൊടുത്തു എന്ന് വരാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നിരുന്ന് കരയുക. പക്ഷെ എന്ത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാനെല്ലാം മാറിക്കൊടുക്കണം, അപ്പുറം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഒരു സാരി എടുത്തു, ഇഷ്ടപ്പെട്ടില്ല, കളർ ഇഷ്ടപ്പെട്ടില്ല, മാറിത്തരുവോ, ബ്ലൗസ് മുറിച്ചു എന്നൊക്കെ പറഞ്ഞ് കരച്ചില്ല. ഞാൻ പറഞ്ഞു കരയില്ലേ കുട്ടി, ഇത്രയല്ലേ ഉള്ളൂ, ഇറ്റ് വിൽ ബി ഡൺ. അപ്പം വലിയ സന്തോഷം. സോ ഈ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ഞാൻ പറഞ്ഞ കുട്ടി തുണിയുടെ കാര്യത്തിൽ ഒരിക്കലും കരയാൻ പാടില്ല എന്ന് പറഞ്ഞു വിടാൻ
തക്ക ഒരു പക്വത എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ദ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് വിച്ച് വി ഡിറൈവ് ഇൻ മേക്കിംഗ് അതേഴ്സ് ഹാപ്പി. നിങ്ങൾ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബിക്കോസ് ഇപ്പം സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി വിറ്റു, അതിനൊരു ഇത്ര ഉണ്ട്, അതൊരു കൺസോൾ. ഇറ്റ്സ് ഓൺലി ദിസ് മച്ച് ആൻഡ് നോ ഫർദർ. ബട്ട് to deal with Wonderla or Vigaland, it's much more a vast affair, a bigger affair, a time-consuming affair, dealing with a lot of machines, dealing with water, and dealing with a lot of area. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളത്തിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇന്ത്യയിൽ ഏറ്റവും നന്നായി കൊണ്ടു നടക്കുന്ന വാട്ടർ തീം പാർക്കുകളിൽ ബെസ്റ്റ് ആയിട്ടാണ് താങ്കളുടേത് വരിക. ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ആക്ച്വലി ഇതൊരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പുറം രാജ്യങ്ങളിൽ പോയപ്പോൾ എൻ്റെ ഒരു ചെറിയ ഡ്രീമിൽ പോലും വിചാരിച്ചിരുന്നില്ല. നീ സത്യം പറഞ്ഞാൽ താങ്കൾ വീഗാർഡിൽ നിന്ന് ഇതിലോട്ട് മാറിയപ്പം കൊച്ചോസെഫ് സാറ് വേണമായിരുന്നോ എന്ന് എൻ്റെ മനസ്സ് എന്നോട് തന്നെ ചോദിച്ചിരുന്നു. ലൈക്ക് ഐ വാണ്ടഡ് യു to be winning and I never wanted you to lose. So I'm really happy that you are even going in for a third one now after the 2 successful ones. അത് ഇത്രയേ ഉള്ളൂ. അതായത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇത് സാധിക്കില്ല എന്നുള്ള ഒരു വാശിയുടെ പുറത്തായിരുന്നത് കൊണ്ടുവന്നത്. 5 തീം പാർക്കുകൾ ആൻഡ് എ ഫ്യൂ വാട്ടർ തീം പാർക്ക് ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയുന്നില്ല. യു ആർ കോണ്ടിന്യൂസ്ലി ആഡിങ് ന്യൂ പ്രോഡക്ട്സ്, ന്യൂ റൈറ്റ്സ്, മെയിൻറ്റെയിനിങ് ഇറ്റ് as well as trying to expand it. It's good. അല്ല, അതിന് കാരണം ഇപ്പൊ അത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ വീട്ടില് അരുണുണ്ട്, വൈഫുണ്ട്, മിഥുനുണ്ട്, വൈഫുണ്ട്, ഷീലയുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഓരോ പണി കൊടുക്കണ്ടേ. അപ്പൊ ഇവരെല്ലാവരും ബിസിനസ്സിൽ ഇൻവോൾവ്ഡാ. അപ്പൊ രണ്ടർത്ഥമുണ്ട് കേട്ടോ പണി കൊടുക്കുന്നതിന്. ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ അത് എക്സ്പാൻഡ് ചെയ്യണം, എൻലാർജ് ചെയ്യണം. അല്ലാതെ പഴയത് മാത്രം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ കഴിവ് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ എന്ന് ജോലിക്ക് കയറി അവിടെ നിന്ന് തൊട്ടുള്ള ഉയർച്ചയായിരിക്കും ജനം അവരെ വീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ നിങ്ങളൊരു ന്യൂ എന്റർപ്രണറാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു പരിധി വരെ അവർ തെളിയിക്കുന്നുണ്ട്. ബീനയുടെ കാര്യത്തിൽ എങ്ങനെ നെക്സ്റ്റ് ജനറേഷൻ ആകുന്നുണ്ട്. ഗൗതം ഇസ് വിത്ത് മീ ഫോർ ദ ലാസ്റ്റ് 10 years. 10 കൊല്ലമായിട്ട് കൂടെ ഉണ്ട്. ആൻഡ് പുള്ളി സാധാരണ ഈ സേലം, കോയമ്പത്തൂർ അങ്ങനത്തെ കുറെ സെക്ടറുകളൊക്കെ പുള്ളി കവർ ചെയ്യുന്നുണ്ട്. മദ്രാസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. സോ അതിൽ വലിയൊരു ഇന്നോവേഷൻ വേണ്ടാത്തൊരു സ്ഥലമാണ്. സോ ഹി റിയലി ഹെൽപ്സ് മീ ഔട്ട്. അപ്പൊ നമ്മൾ പോയി സ്വെറ്റ് ഔട്ട് ചെയ്യണ്ട, അത്രയും പണി ചെയ്ത് കിട്ടും. സോ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഹെൽപ്പ് ബിക്കോസ് you will be working for it at least 20 days a month or more. കേരളത്തിൽ ധാരാളം സംരംഭകർ പുതുതായി വരുന്നുണ്ടെങ്കിലും പക്ഷെ അതിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ്. സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് കുറവാണ്. അതിനൊരു പക്ഷേ വിഭിന്നമായൊരു മാതൃകയാണ് ബീന കണ്ണൻ. എന്തുകൊണ്ടാണ് എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള കാരണങ്ങൾ? ഒരാൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ മാനേജ് ചെയ്യണം, ഒത്തിരി കസരത്തുകൾ കാണിക്കണം. അതൊരു എന്താ പറയാ, ഒരു ജഗ്ലിംഗ് ആണ്. അപ്പോൾ അതിന് എത്ര കോമ്പറ്റന്റ് ആണ് എന്ന് ആശ്രയിച്ചിരിക്കും. പക്ഷെ അതേസമയം കഴിവ് തെളിയിച്ച ധാരാളം വനിതകളും അതെ നമ്മുടെ മുന്നിൽ തന്നെ വീണയിരിക്കുന്നു. അങ്ങനെ എത്രയോ പേരുണ്ട്. പക്ഷെ എണ്ണത്തിൽ കുറവാണ് എന്നുള്ളത് സത്യമാണ്. ഷുഡ് ബി ആൻ ഓൾറൗണ്ടർ. ഒരുവിധം ഒരു ബോൾ ഉരുട്ടാൻ അറിഞ്ഞാൽ യു ആർ ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. ഐ തിങ്ക് എവറിബഡി ക്യാൻ ഡു ഇറ്റ് ദീസ് ഡേയ്സ്. സോ എവറിബഡി ക്യാൻ ബിക്കം എ ഗുഡ് എന്റർപ്രണർ ദീസ് ഡേയ്സ്. ഈ പരിപാടി ഇവിടെ സമാപിക്കുന്നു. പങ്കെടുത്ത 2 അതിഥികൾക്കും നന്ദി. നമസ്കാരം.